നമസ്കാരം. ഒന്നാം വിവാഹ വാർഷികത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കാസർഗോഡ് ചെങ്കളയിൽ ഭർത്തൃവീട്ടുകാരുടെ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങളെ തുടർന്ന് യുവതി രാസലായിനി കുടിച്ച് ജീവനൊടുക്കിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിലായി. ചെങ്കള ചെർലടുക്ക സ്വദേശിനിയും സ്കൂൾ അധ്യാപികയുമായ 24-കാരി MK ഫാത്തിമ സുഫൈദയാണ് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആത്മഹത്യ ചെയ്തത്. ഭർത്തൃമാതാവിനെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരള മനസാക്ഷിയെ ആകെ നടുക്കുന്ന സ്ത്രീധന ഗാർഹിക പീഡന മരണം കൂടിയാണ് കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള നായന്മാർമുല തൻവിഹുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിലെ താൽക്കാലിക ഇംഗ്ലീഷ് അധ്യാപികയായ ഫാത്തിമ സുഫൈദയാണ് ഭർത്തൃവീട്ടിലെ നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ ദാരുണമായി മരണപ്പെട്ടത്. 3 വർഷത്തോളമായി നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ചെങ്കള പാണലത്തെ പ്രവാസിയായ ആദിലുമായി 1 വർഷം മുൻപ് സുഫൈദയുടെ വിവാഹം നടക്കുന്നത്. എന്നാൽ വിവാഹം കഴിഞ്ഞ നാളുകൾക്ക് പിന്നാലെ തന്നെ സ്വർണത്തെയും സ്ത്രീധനത്തെയും ചൊല്ലി ഭർത്തൃവീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചിരുന്നു. ഭർത്താവ് ആദിലിന്റെയും ഭർത്തൃമാതാവിന്റെയും ഭാഗത്തുനിന്ന് കടുത്ത രീതിയിലുള്ള ശാരീരിക മാനസിക ഉപദ്രവങ്ങളാണ് യുവതിക്ക് നേരിടേണ്ടി വന്നതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിന്റെ അമ്മ കൂടിയാണ് മരണപ്പെട്ട സുഫൈദ. തിങ്കളാഴ്ച ഇവരുടെ 1-ാം വിവാഹ വാർഷികം നടക്കാനിരിക്കവെയാണ് ശനിയാഴ്ച രാത്രി നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. ഭർത്തൃവീട്ടിലെ പീഡനം സഹിക്കവയ്യാതെ സുഫൈദയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനായി ശനിയാഴ്ച രാത്രി സഹോദരൻ MK അബ്ദുൽ വാസിൽ പാണലത്തെ ഭർത്തൃവീട്ടിൽ എത്തിയിരുന്നു. എന്നാൽ ഈ സമയത്ത് ഭർത്താവ് ആദിൽ സഹോദരന്റെ മുന്നിൽ വെച്ച് സുഫൈദയോട് കടുത്ത പ്രകോപനപരമായ രീതിയിലാണ് സംസാരിച്ചത്. സ്വന്തം വീട്ടിലേക്ക് പോയാൽ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടതില്ല എന്ന് ആദിൽ അട്ടഹസിച്ചു. ഭർത്താവിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഈ ക്രൂരമായ വാക്കുകളിൽ മനംനൊന്ത് ഒപ്പമുണ്ടായിരുന്നവരുടെ എല്ലാം മുന്നിൽ വെച്ച് സുഫൈദ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന തുരുമ്പ് കളയാൻ ഉപയോഗിക്കുന്ന മാരകമായ രാസലായിനി എടുത്ത് കുടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതിയെ ഉടൻ തന്നെ ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ 1:30 സുഫൈദ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ചെർലടുക്കയിലെ പരേതനായ അബ്ബാസിന്റെയും നഫിയയുടെയും മകളാണ് സുഫൈദ. സഹോദരൻ അബ്ദുൽ വാസിൽ വിദ്യാനഗർ പോലീസ് നൽകിയ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഭർത്താവ് ആദിലിനെ ഉടനടി കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രതികൾക്കെതിരെ ഗാർഹിക പീഡനം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ കടുത്ത വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ തനിച്ചാക്കിയ ഒരു അധ്യാപികയ്ക്ക് ഭർത്തൃവീട്ടിലെ പീഡനം മൂലം ജീവനൊടുക്കേണ്ടി വന്നതിന്റെ ഞെട്ടലിലും പ്രതിഷേധത്തിലുമാണ് ഇപ്പോൾ നാട്ടുകാർ. ഈ ദാരുണ സംഭവം പുറത്തറിഞ്ഞതോടെ ചെങ്കള പ്രദേശമാകെ വലിയ ജനരോഷമാണ് ആഞ്ഞടിക്കുന്നത്. 1 വർഷം മുൻപ് ഏറെ പ്രതീക്ഷകളോടെ പ്രണയിച്ചവന്റെ കൈപിടിച്ച് പടിയിറങ്ങിപ്പോയ ഒരു പെൺകുട്ടിക്കാണ് ഒടുവിൽ 1-ാം വിവാഹ വാർഷികത്തിന്റെ തലേന്ന് ഭർത്തൃവീട്ടിലെ ഉമ്മറപ്പടിയിൽ വെച്ച് ജീവനൊടുക്കേണ്ടി വന്നത്. മികച്ച വിദ്യാഭ്യാസം നേടി സമൂഹത്തിൽ അധ്യാപികയെ സേവനമനുഷ്ഠിച്ചിരുന്ന സുഫൈദയ്ക്ക് പോലും ഗാർഹിക പീഡനത്തിനിരയായി സ്വന്തം ജീവൻ ബലി നൽകേണ്ടി വന്നു എന്നത് കേരള പൊതുസമൂഹത്തെ വീണ്ടും ലജ്ജിപ്പിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. മരണപ്പെടുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ സുഫൈദ അനുഭവിച്ച മാനസിക വിഷമങ്ങൾ അതികഠിനമായിരുന്നുവെന്നാണ് അയൽവാസികളും സുഹൃത്തുക്കളും സാക്ഷ്യപ്പെടുത്തുന്നത്. 2 മാസം മാത്രം പ്രായമുള്ള തന്റെ കുഞ്ഞിന്റെ മുഖം നോക്കി പലപ്പോഴും സുഫൈദ കണ്ണീരൊഴുക്കിയിരുന്നു. സ്വർണത്തിന്റെ പേരിൽ ഭർത്താവും ഭർത്തൃമാതാവും നിരന്തരമായി മാനസികമായി പീഡിപ്പിക്കുമ്പോൾ ആ വേദനകളൊന്നും സ്വന്തം ഉമ്മയെ അറിയിക്കാതിരിക്കാൻ സുഫൈദ പരമാവധി ശ്രമിച്ചിരുന്നു. എന്നാൽ ശനിയാഴ്ച രാത്രി സഹോദരന്റെ മുന്നിൽ വെച്ചുണ്ടായ ആദിലിന്റെ ക്രൂരമായ പെരുമാറ്റം സുഫൈദയുടെ എല്ലാ പ്രതീക്ഷകളും തകർത്തു കളഞ്ഞു. നിലവിൽ വിദ്യാനഗർ പോലീസ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അറസ്റ്റിലായ പ്രതി ആദിലിനെ കൂടുതൽ ചോദ്യം ചെയ്യലായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. വിവാഹ സമയത്ത് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ഭർത്തൃവീട്ടുകാർ എവിടെയാണ് പണയം വെച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. കേസിൽ 2-ാം പ്രതിയായ ഭർത്തൃമാതാവിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. ഇതിനായി ഇവരുടെ വീട്ടിലും ബന്ധുവീടുകളിലും പോലീസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. യുവതിയുടെ മരണത്തിന് പിന്നാലെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ തന്നെയാണ് ആ പ്രദേശത്ത് നടക്കുന്നത്. കുറ്റക്കാർക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെയും വിവിധ മഹിളാ സംഘടനകളുടെയും ആവശ്യം. ചോര കുഞ്ഞിനെ തനിച്ചാക്കി ഒരു പെൺകുട്ടിക്ക് മരണത്തിലേക്ക് നടന്നു പോകേണ്ടി വന്ന സാഹചര്യം ഇനി ഒരു കുടുംബത്തിലും ഉണ്ടാകരുതെന്ന വികാരമാണ് ചെങ്കളയിൽ ഉയർന്നത്. സുഫൈദയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് മൃതദേഹം ഖബറടക്കിയത്. കണ്ണീരടക്കാനാകാതെ നിൽക്കുന്ന അമ്മ സഫിയും ബന്ധുക്കളും നാടിന്റെ ആകെ നോവായി മാറിയിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് വിവാഹത്തിന്റെ 1-ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്നതിനിടെ ഈ ദാരുണമായ സംഭവം ഉണ്ടായത്.
കുടുംബം നൽകിയ സ്വർണ്ണാഭരണങ്ങളും മഹറായി നൽകിയ മാലയും അടക്കം ഭർത്താവ് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇതിനായി സുഫൈദയെ നിരന്തരം മർദ്ദിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. സുഫൈദയുടെ ശരീരത്തിൽ പോലും പുതിയ പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം സുഫൈദയുടെ ഭർത്താവിന്റെ വീട്ടിൽ സ്വർണ്ണമാലയുമായി ബന്ധപ്പെട്ട വലിയ തർക്കമാണ് നടന്നത്. തർക്കത്തിനിടെ ഭർത്താവ് സുഫൈദയെ മർദ്ദിക്കുകയും വിവരം പുറത്തറിയിക്കാതിരിക്കുവാൻ ഫോൺ എറിഞ്ഞ് പൊട്ടിക്കുകയും ചെയ്തതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ഭർത്തൃ വീട്ടുകാരുടെ മുന്നിൽ വെച്ചു തന്നെ സുഫൈദ ജീവനെടുക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് പോലും പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിക്കാനല്ല, മറിച്ച് നീ ഇതിനെല്ലാം അനുഭവിക്കുമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ഭർത്തൃ വീട്ടുകാർ ചെയ്തതെന്നാണ് സുഫൈദയുടെ ബന്ധുക്കൾ പറയുന്നത്. മർദ്ദനത്തെക്കുറിച്ച് പുറത്താരും അറിയേണ്ട എന്ന തരത്തിൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു. കടുത്ത മർദ്ദനമാണ് ആ വീട്ടിൽ നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. സുഫൈദയെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള മനസ്സാക്ഷി പോലും അവർ കാണിച്ചില്ല. നീ അനുഭവിച്ചു എന്ന നിലപാടാണ് ഭർത്തൃ വീട്ടുകാർക്കുണ്ടായിരുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാധാരണ സൗന്ദര്യ പിണക്കുന്ന തരത്തിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഇത്രയും ദയനീയമായ അവസ്ഥയിലൂടെയാണ് സുഫൈദ കടന്നുപോയെന്ന് അറിഞ്ഞില്ല എന്ന് ബന്ധുക്കൾ പറയുന്നു. ഒരു അധ്യാപികയെ ജോലി ചെയ്തിട്ട് പോലും സ്വന്തമായി വരുമാനമുണ്ടായിരുന്ന സുഫൈദയ്ക്ക് ഭർത്തൃ വീട്ടിൽ യാതൊരുവിധ സ്വാതന്ത്ര്യവും നൽകിയിരുന്നില്ല എന്ന് സുഹൃത്തുക്കൾ വെളിപ്പെടുത്തുന്നുണ്ട്. പ്രസവത്തിന് ശേഷം ശാരീരികമായി ഏറെ തളർന്നിരുന്ന ഘട്ടത്തിൽ പോലും കുഞ്ഞിനെ പരിചരിക്കാനോ സുഫൈദയ്ക്ക് ആവശ്യമായ മാനസിക പിന്തുണ നൽകുവാനോ ഭർത്താവോ ഭർത്തൃമാതാവോ തയ്യാറായിരുന്നില്ല. വിവാഹ വാർഷികത്തിന് മുന്നോടിയായി ഭർത്താവുമായി ഒന്നിച്ചിരിക്കാൻ ആഗ്രഹിച്ച സുഫൈദയെ സ്വർണത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളുടെ പേരിൽ നിരന്തരം മാനസികമായി തളർത്തുവാനാണ് ആദിൽ ശ്രമിച്ചത്. സഹോദരൻ കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്ന ശനിയാഴ്ച രാത്രി വീട്ടിൽ വെച്ച് വലിയ രീതിയിലുള്ള വാക്കുതർക്കമാണ് ആദിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയതെന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. സുഫൈദയെ മാനസികമായി പരമാവധി പ്രകോപിപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്നത് തന്നെയായിരുന്നു ഭർത്തൃ വീട്ടുകാരുടെ ലക്ഷ്യമെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിനാലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ആദിലിനെ പോലീസ് ഉടൻ തന്നെ ജയിലിൽ അടച്ചത്. അതേസമയം സോഷ്യൽ മീഡിയയിലും കാസർഗോഡ് ജില്ലയിലുടനീളവും സുഫൈദയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യമായി വൻ ക്യാമ്പയിനുകളാണ് ആരംഭിച്ചിട്ടുള്ളത്. സ്ത്രീധന ലോബികൾക്ക് ഇനിയൊരു പെൺകുട്ടിയും വിട്ടുകൊടുക്കില്ലെന്ന മുദ്രാവാക്യവുമായി യുവാക്കളും അധ്യാപക സംഘടനകളും രംഗത്ത് വന്നു കഴിഞ്ഞു. 2 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചുകുഞ്ഞിന്റെ ഭാവി ഇനി എന്താകുമെന്ന ചോദ്യം വലിയ രീതിയിലാണ് ചർച്ചയാകുന്നത്. കുഞ്ഞിന്റെ സംരക്ഷണ ചുമതല വിട്ടുകിട്ടുന്നതിനായി സുഫൈദയുടെ കുടുംബം വരും ദിനങ്ങളിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ സമീപിക്കുമെന്നാണ് വിവരം. വിദ്യാനഗർ പോലീസ് ഭർത്തൃമാതാവിനുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സുഫൈദയുടെ ഫോൺ രേഖകളും മരണത്തിനു മുൻപ് സുഹൃത്തുക്കൾക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങളും സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഗാർഹിക പീഡനത്തിന് വ്യക്തമായ തെളിവുകൾ ഈ ചാറ്റുകളിൽ നിന്നും ലഭിച്ചതായിട്ടാണ് സൂചന. വരും ദിവസങ്ങളിൽ കൂടുതൽ വകുപ്പുകൾ പ്രതികൾക്കെതിരെ ചുമത്തുമെന്നും കേസ് അതിവേഗ കോടതിയിലേക്ക് മാറ്റാൻ ആവശ്യപ്പെടുമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ പറയുന്നു. വിദ്യാഭ്യാസവും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയുമുള്ള പെൺകുട്ടികൾ പോലും വീടുകളിലെ പീഡനങ്ങൾക്ക് മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വരുന്ന ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണം. ഫാത്തിമത്ത് സുഫൈദയുടെ ദാരുണമായ മരണം കേവലം ഒരു ആത്മഹത്യയല്ല, മറിച്ച് സ്ത്രീധന കൊതിയന്മാരും ഗാർഹിക പീഡകരും ചേർന്ന് നടപ്പിലാക്കിയ ഒരു കൊലപാതകം തന്നെയെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും സ്വന്തമായി ഒരു ജോലി ഉണ്ടായിട്ടും വീടുകളിലെ മാനസിക ക്രൂരതകൾക്ക് മുന്നിൽ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ തോറ്റുകൊടുക്കേണ്ടി വരുന്നത് നമ്മുടെ നിയമവ്യവസ്ഥയ്ക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ നാണക്കേടാണ്.